5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരിക്കൽ ബോംബെയിലെ ഒരു IT പ്രൊഫഷണൽ മീറ്റിംഗ്, വളരെ വലിയ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ്, വളരെ ചെറുപ്പമാണ് അദ്ദേഹം. ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങട്ടെ, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആ പറഞ്ഞതിന് ശേഷം അധിക ദിവസം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാനും കഴിഞ്ഞില്ല. ജോലിയുടെ ടെൻഷൻ കാരണം അദ്ദേഹം മരിച്ചുപോയി. ഇന്നലെ അതിന് സമാനമായ രീതിയിൽ കോട്ടയത്ത് ഒരു കുട്ടി, IT ജോലി ചെയ്യുന്നൊരു കുട്ടി, കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി അമ്മയ്ക്ക് വെളുപ്പാങ്കാലം 2 മണിക്ക് മെസ്സേജ് ഇടുന്നു. വെളുപ്പാങ്കാലം 2 മണി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പകലാണ്. കാര്യം IT കമ്പനിയിൽ 24 hours ആണല്ലോ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് മെസ്സേജ് ഇട്ടു അമ്മയ്ക്ക്. 3 മണി, രാത്രി 2 മണി 3 മണി ആയതുകൊണ്ട് അമ്മ കണ്ടില്ല. രാവിലെ അമ്മ നോക്കുമ്പോൾ കുഞ്ഞിന്റെ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നു, ജോലി ടെൻഷനാണ്, ഞാനിതാ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. പിന്നെയാണ് അറിയുന്നത് കുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നിപ്പോ മറ്റൊരു മെസ്സേജ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, പ്രൊമോഷൻ വേണ്ട, ടെൻഷൻ ഒഴിവാക്കി തന്നാൽ മതി, സമാധാനം മതി. തികച്ചും അടിമത്തമാണോ നമ്മുടെ IT പാർക്കുകളിൽ നടക്കുന്നത്? വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ലോകത്ത് ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവരുന്നത് അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂഷണമാണ്. അത് തൊഴിലാളികളെ ആയാലും വ്യക്തികളെ ആയാലും സമൂഹത്തെ ആയാലും ചൂഷണം ചെയ്ത് പരമാവധി പണമുണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ തന്ത്രം. ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിലെ സിൽക്കൻ വാലിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കുമായിരുന്നു ഭാരതത്തിലുള്ള കുട്ടികളുടെ, നല്ല തലച്ചോറുള്ള കുട്ടികളെ വലിയ ശമ്പളം കൊടുത്ത് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് എന്തിനാണ് ഇവിടെ എല്ലാവരെയും കൊണ്ടുവരുന്നത്, മറ്റ് സൗകര്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാത് രാജ്യത്ത് തന്നെ 24 മണിക്കൂർ വെള്ളവും വെളിച്ചവും സമരമില്ലാത്ത സാഹചര്യവും ഒക്കെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്തു തന്നാൽ അവരുടെ രാജ്യത്ത് തന്നെ ചെയ്യാമല്ലോ, നമ്മുടെ രാജ്യത്ത് കൊടുക്കുന്ന അത്രയും ഡോളറിൽ ശമ്പളവും കൊടുക്കണ്ട എന്ന് വിചാരിക്കുകയും ഒരുതരം അടിമ അല്ലെങ്കിൽ ഭൗതിക പ്രക്ഷാളനത്തിന്റെ, ഭൗതികമായ ചൂഷണത്തിന്റെ മറ്റൊരു മേഖല അവർ കണ്ടെത്തി. ഒരു വശത്ത് ടെക്നോ പാർക്കുകളിൽ നമ്മുടെ കുട്ടികൾ ജോലി ചെയ്യുന്നു, അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നു. ഭാര്യ രാവിലെ വരുമ്പോൾ ഭർത്താവ് പോകുന്ന തിരക്കിലായിരിക്കും. തിരിച്ചാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് വെറുതെയല്ല സാർവദേശീയമായി ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംവിധാനങ്ങളും തൊഴിലാളി സംഘടനകളും ഒക്കെ അംഗീകരിച്ചത്. മെയ് ദിനമൊക്കെ വന്നതിന്റെ പശ്ചാത്തലം അതാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. ഇത് ജോലിക്കിടയിൽ വേണമെങ്കിൽ ചായ കുടിച്ചോണം, ജോലിക്കിടയിൽ വേണമെങ്കിൽ വിനോദത്തിന് വേണ്ടി കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എന്തെങ്കിലും കാണുക. അത് തന്നെ അനുവദിച്ചിരിക്കുന്ന സമയത്ത് മാത്രം ക്യാമറ വച്ച് മുഴുവൻ സമയം നിരീക്ഷിക്കുക. മറ്റു ചില സ്വാതന്ത്ര്യങ്ങൾ കൂടി അവർക്ക് കൊടുക്കും. അവർക്ക് ആ കൊടുക്കുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്ക് പുറത്ത് പറയാൻ കഴിയാത്ത ചില സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കും. ഒരിക്കൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പൈപ്പ് സംവിധാനം ബ്ലോക്കായി. പൈപ്പ് സംവിധാനം ബ്ലോക്കായപ്പോൾ എന്ത് വസ്തു കയറിയിട്ടാണ് ഇത് ബ്ലോക്കായത് എന്നതിനെ സംബന്ധിച്ച് അതിന്റെ പ്ലംബർ ഒരു പ്രസ്താവന പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് പുറത്ത് പറയാൻ കഴിയില്ല. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ചിന്ത വന്നു. നമുക്ക് ടെക്നോ പാർക്കുകളിൽ ക്വാണ്ടം വെൻഡിങ് മെഷീനുകൾ വച്ചാൽ എന്ത്? ഇതൊക്കെ എങ്ങോട്ടാണ് മനുഷ്യരെ നയിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒരു ടെക്നോ പാർക്ക് വിരുദ്ധനോ IT പ്രൊഫഷണലിനെ തള്ളിപ്പറയാനോ ഒന്നുമല്ല. പക്ഷെ ഈ രംഗത്ത് നടക്കുന്ന അമിതമായ ചൂഷണം, സാമൂഹ്യ ബന്ധങ്ങളില്ലായ്മ, കുടുംബ ബന്ധമില്ലായ്മ, മക്കളെ നോക്കാൻ സമയമില്ലായ്മ, എന്തിനാണ് ഈ പണം ഇങ്ങനെ അമിതമായ പണം? എന്തിനാണ് അമിതമായ പ്രശസ്തി? വലിയ കാറുകളിൽ, ഭാര്യ ഒരു കാറിൽ, ഭർത്താവ് ഒരു കാറിൽ, ചേട്ടനൊരു കാറിൽ, ചേച്ചി ഒരു കാറിൽ, അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ജീവിതം ഇങ്ങനെ ആസ്വദിക്കുകയാണെന്ന് പറയുന്നു. എന്ത് ആസ്വാദ്യമാണുള്ളത്? യാതൊരു ആസ്വാദ്യമുണ്ടോ? ഗൗരവമായി ആലോചിക്കുക. കുടുംബം എന്നുള്ള പശ്ചാത്തലം, ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങൾ, ആനന്ദം, സന്തോഷം, സമാധാനം, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? കാക്ഷിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ടോ? ഒരുതരം അടിമത്തമല്ലേ? സമരമില്ല, 24 മണിക്കൂറും ജോലി ചെയ്യണം, ഷിഫ്റ്റാണ്. ഷിഫ്റ്റുകളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാത്രിയായാലും പകലായാലും സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു. വാഹനത്തിൽ കൊണ്ടുപോകുന്നു, വാഹനത്തിൽ തിരിച്ചു കൊണ്ടുവിടുന്നു, അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു. നല്ല ക്യാബിനാണ്, എല്ലാ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്നു. പക്ഷെ അവിടെ നടക്കുന്നത് മനുഷ്യ കുരുതിയാണ്, മനുഷ്യ കൊലകളല്ലേ എന്നുള്ളത് ഗൗരവമായ ചർച്ചയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് പുറത്തുനിന്ന് ആരെങ്കിലും ടെക്നോ പാർക്കുകളെയോ IT പ്രൊഫഷണലെയോ നോക്കി കുറ്റം പറയുകയല്ലേ ചെയ്യേണ്ടത്. ഇത് അകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ സുരക്ഷിതമായി ജോലി ചെയ്യുക, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിച്ച് പിരിച്ചുവിടുക, കമ്പനിക്ക് തോന്നുമ്പോൾ ഒന്നിച്ച് പിരിച്ചുവിടുക, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക. കൺസോൾട്ടേറ്റഡ് ആയിട്ട് നല്ല ശമ്പളം കൊടുക്കും, പക്ഷെ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ രാജ്യത്തെയും ലോകത്തെയും സാർവദേശീയമായിട്ടുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഒരുതരം ചൂഷണപ്പണിയല്ലേ നടക്കുന്നത് എന്നുള്ളത്
ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ IT കമ്പനികളിൽ, ടെക്നോ പാർക്കുകളിൽ, ഇൻഫോ പാർക്കുകളിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങളെ, ടെൻഷനോടുകൂടി ജോലി ചെയ്യേണ്ട സാമൂഹ്യ അവസ്ഥയെ, ആ ഒരു രാഷ്ട്രീയ അവസ്ഥയെ ഒക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? യൂണിയനുകളില്ല, യൂണിയനുകൾ വേണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷെ സ്വതന്ത്രമായ അഭിപ്രായം പറയുവാനോ, ആർക്കെങ്കിലും ചൂഷണം നടക്കുകയോ ചെയ്താൽ അത് ചോദ്യം ചെയ്യുവാനോ, അത് പറയുവാനൊരു വേദിയോ, എന്തിന് ഗ്രീവിയൻസ് സെല്ല് തന്നെ സർക്കാർ ഓഫീസുകളിൽ പോലും വനിതകൾക്കൊക്കെ ഗ്രീവിയൻസ് സെല്ലുകളുണ്ട്. ഇങ്ങനെ ടെക്നോ പാർക്കുകളിൽ ഉണ്ടോ എന്നുള്ളതും ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ എന്താണ് അമേരിക്ക പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് തന്ത്രം? പരമാവധി ജോലി ചെയ്യുക. ജോലി അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ മോഡലിൽ വിവിധ കമ്പനികൾ അത് ചെയ്യുന്നുണ്ട്. പരമാവധി ജോലി ചെയ്യിക്കുക, ചൂഷണം ചെയ്യിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഫ്രീ സെക്സ് ആയിക്കോളൂ, നിങ്ങൾ മദ്യപിച്ചോളൂ, നിങ്ങൾ മറ്റേത് സുഖ സൗകര്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് പരമാവധി പ്രൊഡക്റ്റ് ഉണ്ടാവണം. പ്രോഡക്റ്റ് ആണ് പ്രധാനം. അങ്ങനെ വലിയ പരിശീലനം കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് അവരെ ഗെറ്റ് ടുഗദർ നടത്തും, സമ്മാനം കൊടുക്കും. നേതാവിനെ പോലും അല്ലെങ്കിൽ ലീഡറെ പോലും ബോസ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, പേര് പറഞ്ഞ് വിളിക്കാം. അങ്ങനെ വലിയ സ്വാതന്ത്ര്യം കൊടുത്ത്, വലിയ സംവിധാനങ്ങൾ കൊടുത്ത്, ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്ത്, അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തതിന് ശേഷം മനുഷ്യരെ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. ആ ചൂഷണത്തിലൂടെയാണ് കോട്ടയത്ത് സംഭവിച്ച മരണവും അതുപോലെയുള്ള സംവിധാനങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് എനിക്ക് പ്രൊമോഷൻ വേണ്ട, എനിക്ക് ടെൻഷൻ ഇല്ലാതിരുന്നാൽ മതി, എനിക്ക് സമാധാനം മതി എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. ടെക്നോ പാർക്കുകളിൽ, IT പാർക്കുകളിൽ, ഇൻഫോ പാർക്കുകളിൽ തീർച്ചയായും മനുഷ്യർ ആനന്ദിച്ചും സന്തോഷിച്ചുമാണോ ജീവിക്കുന്നത് എന്നുള്ളത് ഗൗരവമായി ആലോചിക്കണം. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ വീട്ടിൽ ഡൈവോഴ്സുകൾ ധാരാളം നടക്കുന്ന IT പ്രൊഫഷണലുകളുടെ ഇടയിലാണെന്നുള്ള ചില പഠനങ്ങളും വന്നിട്ടുണ്ട്. ഇതൊന്നും ആധികാരികമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. തികച്ചും IT പ്രൊഫഷണലുകളെ തള്ളിപ്പറയുന്നവനെയോ ആ സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സേവനം കുറച്ചു കാണുന്നതിനൊന്നുമല്ല. പക്ഷേ ഈ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി നാം ചർച്ച ചെയ്തേ കഴിയൂ.